ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കേശവദാസപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ പാണൻവിള എന്നാണ് കറക്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായി ഇവിടെ വന്നൊരു വീഡിയോ ചെയ്തിരുന്നു സുലൈമാന് വേണ്ടിയിട്ട്. സുലൈമാൻ എന്നാണ് പേരെങ്കിലും ലൈജുമോൻ എന്നാണ് അവരെ വിളിക്കുക കേട്ടോ. അവനിക്ക് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റാ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. അതായത് എല്ല് പൊട്ടുന്ന അസുഖമാണ്. ഇപ്പോൾ എല്ല് പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ആൾ പെർഫെക്റ്റ് ആണ്, വീൽ ചെയറിലാണ്. അപ്പോൾ അവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബൊക്കെ ശരിയായിട്ടുണ്ട്. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് ജോലിക്കൊക്കെ കയറും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് പല ആളുകളും വിളിക്കുന്നുണ്ടെങ്കിലും ഒരു ഫ്രോഡ് കോളുകളാണ് ഒരുപാട്. നല്ലൊരു ആലോചനയായിട്ട് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ ലൈജുമോന് പറ്റിയ ഒരാളെ കണ്ടെത്താൻ എല്ലാവരും കൂടെ നിൽക്കണം. നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പം അവർ അക്സെപ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താനുള്ള ഒരു അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇത് അവരുടെ വീടാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ വീട് വരുന്നത്. ഇതാണ് വീട്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷം? അപ്പൊ ഇതാണ് കേട്ടോ ലൈജുമോന്. ഇത് ഉമ്മയാണ്. സുഖല്ലേ? നമ്മള് കുറച്ചായില്ലേ, ഒരു ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായില്ലേ വീഡിയോ എടുത്തിട്ട്. അതെ അതെ അതെ. എന്നാ ഇവിടെ ഇരുന്നോ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഉമ്മ, പിന്നെ നമുക്ക് ഇതൊരു ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ പോലെ തന്നെ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ നമ്മൾ കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കാണാത്തവരുണ്ടായേക്കാം. അപ്പൊ ഇത് മാത്രമായിട്ട് കാണുന്നവരുണ്ടാവും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവരുടെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തമ്പാനൂരിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത്. ഉപ്പ എന്താ ചെയ്യുന്നത്? ഇവിടെ നാട്ടിലാണ് ബിസിനസ്. ആലപ്പുഴയാണ്. ആലപ്പുഴ ബിസിനസ് ആണ്. പിന്നെ അതുപോലെ 3 മക്കളാണ് അല്ലേ മൊത്തം? മോള്, മോനെ രണ്ടാമത്തേത്, ഇളയത് മോന്. ഇളയത് മോന്. അങ്ങനെ 3 ആള് അല്ലേ. മോളെ വിവാഹം കഴിഞ്ഞാണ് അല്ലേ? മോളെ വിവാഹം കഴിഞ്ഞു. മോളിപ്പം ജോലിക്ക് ഇതായിട്ട് കയറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇളയ മോൻ ജോലിക്ക് കയറി. അവനെവിടെയാ? അവനിവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അവൻ എന്താ പഠിച്ചേ? അവൻ ബിടെക് കഴിഞ്ഞതാ. ബിടെക് കഴിഞ്ഞാണ്. അതെ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഷോപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലെ? ഷോപ്പ് ഇപ്പോ ഞാൻ മോന് വേണ്ടിയുള്ള ഒരു ഇതാണ് ഷോപ്പ് ഇട്ടിരിക്കുന്ന. റെഡിമെയ്ഡ് ഷോപ്പ് ഇത്. റെഡിമെയ്ഡ് ഷോപ്പ് അല്ലേ? റെഡിമെയ്ഡ് ഷോപ്പ് ഇത്. എന്റെ ഈ മോന് ലൈജു മോന് വേണ്ടി. അതെ 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 അതെ. ഇപ്പൊ വരുന്ന ഒരു കുട്ടി സ്മാർട്ട് ആണെങ്കിൽ കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു പ്ലാനില് നമ്മള് ഇട്ടിരിക്കുകയാണ്. തീർച്ചയായും തീർച്ചയായും. അതെ. ലൈജുവിന് ഇപ്പൊ എത്ര വയസ്സായി? മോനിപ്പോ 26 വയസ്സായി. 26. അപ്പോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് കോളുകള് വന്നില്ലായിരുന്നോ? എന്താ സ്ഥിതി? 2-3 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വന്ന 2-3 അവനുമായിട്ടൊന്ന് ചേർന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ളതായിരുന്നു. അതെ. അപ്പോ തീർച്ചയായിട്ടും നല്ലതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിക്കുന്ന രീതിയില് കുറെ കോളുകൾ വന്നു. കല്യാണമാണ് മറ്റേയാണെന്നും പറഞ്ഞൊക്കെ വിളിച്ചിട്ടൊക്കെ അങ്ങനെ ഒരു ചീറ്റിംഗ് പോലെയുള്ള കുറച്ച് കോളുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഇവരുടെ കല്യാണത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്ന ഒരു പ്രതീക്ഷയാണ്. അവരുടെ വിവാഹം നടക്കും എന്നുള്ള വീട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ ഇവൻ്റെ വിവാഹം നടക്കുക എന്നുള്ളത് അവൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും സഹോദരങ്ങളൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വീഡിയോയിൽ വന്നിരിക്കുന്നത് തന്നെ. ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, ഒരു കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളത് മാക്സിമം സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. ഇപ്പോൾ നമ്മുടെയൊക്കെ അങ്ങനെ ഒരാളെ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഷെയർ കൊണ്ട് അങ്ങനെ ഒരു വിവാഹം അവന് കിട്ടിയത്. നമ്മൾ ഒരുപാട് വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആളുകളുടെ വിവാഹം ഇപ്പോൾ നടക്കാതെയുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഉത്സാഹിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ഉള്ള പാർട്ട്ണർ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അവരെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരുപാട് ഇതേപോലെ ലൈജുവിനെ പോലെ ഈ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുടെ വിവാഹങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് അതേപോലെ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതിലൊക്കെ. വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം മാനസികമായിട്ടുള്ള അടുപ്പം മാത്രമാണ്. ബാക്കിയെല്ലാം രണ്ടാമത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു, ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു, കിടപ്പിലായിപ്പോയ ഭർത്താവിനെ വർഷങ്ങളോളം സ്നേഹിച്ച് നോക്കുന്ന ഒരുപാട് ആളുകളുള്ള നാടാണ് നമ്മളിത് അല്ലേ? അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അല്ലേ? അല്ല, അവൻ തനിയെ ആഹാരം കഴിക്കും. പിന്നെ ഡ്രസ്സ് ചെയ്യുന്നതോ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നേ ഇതുള്ളൂ. പക്ഷെ തനി ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് കൂടുതലും കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവൻ അതൊക്കെ ചെയ്യും. ഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇതാക്കണം.
അവൻ കൈവിട്ട് സപ്പോർട്ടില്ലാതെ ഇരിക്കും, എടുക്കും, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുകയൊക്കെ ചെയ്യും. ചെയറിൽ നമ്മൾ ഇരുത്തിയിട്ട് ബക്കറ്റിൽ വെള്ളവും കാര്യം വെച്ച് കൊടുത്താൽ തനിയെ കുളിക്കും. പിന്നെ നമ്മളിപ്പോൾ അവനെ കൊണ്ട് അങ്ങനെയൊന്നും ഞാൻ വളരെ കെയർ ചെയ്ത്, അതുകൊണ്ട് ഇപ്പം വർഷങ്ങളായിട്ട് ഇപ്പം പൊട്ടലും കാര്യങ്ങളും പൊട്ടലും വേറെ ഒരു പ്രോബ്ലംസും അവനില്ല, നടക്കുന്നില്ല. പഠിച്ചോന്റെ ഒരുവിധം ആ ഒരു ദൈവം അത്രേ അവനുള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു കുട്ടിയെ കിട്ടി. അതെ, ഇവരുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പൊ പറഞ്ഞല്ലോ, ഇവനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഷോപ്പ് വരെ അവിടെ വരുന്ന കുട്ടിയും കൂടെ ഒരിക്കൽ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ, അതിനുവേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ടയ്ക്ക് അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഉമ്മയാണ്. അപ്പോൾ വരുന്ന കുട്ടി ഒരിക്കലും ഇവിടുന്ന് കഷ്ടപ്പെട്ട് പോകുന്നില്ല. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇവരിപ്പോൾ ബിസിനസ്സാണ് കാര്യങ്ങളാണ് എന്നൊക്കെ ഇപ്പോൾ വീട് സംഭവമൊക്കെ കണ്ടിട്ട് ആ പൈസ മോഹിച്ച് വരുന്ന ഒരാളെയല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ഓനെ നല്ല രീതിയിൽ നോക്കൂ എന്നുള്ള ഒരു ഉറപ്പുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിലൂടെ ജീവിക്കുക, അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അത് കണ്ടുവരുന്ന ഒരാളാവരുത് കേട്ടോ. അപ്പൊ ലൈജോ, എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇപ്പൊ കുറച്ചൊരു വർക്ക് ഒരു സ്ഥാപനത്തിൽ ചെയ്തിരുന്നു അല്ലേ? അത് അവിടെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? ആ, ഇനിയിപ്പോ വർക്കിന് പോകാനുള്ള ഒരു പ്രയാർപ്പിലാണല്ലേ? മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത്. അതെ അതെ അതെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്തോ പഠിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? കോഴ്സൊക്കെ കഴിഞ്ഞല്ലേ? ആ, അത് ശരി. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും നല്ല സ്മാർട്ടാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഏത് സെലിബ്രിറ്റി വന്നാലും ഇവനെ കാണാണ്ട് പോവാറില്ല അല്ലെ? വിജയ്, സൂര്യ, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ്, കമലഹാസൻ സാറ്, എല്ലാരെയും കണ്ടു, ധോണി, എല്ലാരെയും. അതെ അതെ, അതാണ് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട് ഉമ്മാന്റെ. അതെ, അത്രയും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. പിന്നെ അവന് ഈ വീൽ ചെയറിലാണ്, ആ ഒരു കാര്യം കൂടി അക്സെപ്റ്റ് ചെയ്തിട്ട്. പിന്നെ എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ പറഞ്ഞോ? നല്ല തത്വ, നല്ല ഒരു പാവായ ഒരു പാവായ കുട്ടിയില്ലേ? അതെ അതെ അതെ. ഉമ്മയല്ലേ നോക്കണം? അതെ നോക്കല്ലോ, ഉമ്മയെ സ്നേഹിക്കണം. അതെ അതെ അതെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരാളെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റട്ടെ അല്ലേ? അതെ അതെ അതെ. പിന്നെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ, തീർച്ചയായിട്ടും നമുക്കിപ്പം ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇതിൻ്റെ ഒന്നുമില്ല. എൻ്റെ മോനെ സ്നേഹിച്ച് എൻ്റെ മോനെ ഇതാക്കി നോക്കുന്ന ഒരാൾ, അതിനെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളും. കാരണം അത്രയ്ക്ക് നമുക്ക് അതാണ് നമുക്ക് അവൻ്റെ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നമുക്ക് മരുമോളോ ഇതായിട്ടൊന്നുമില്ല, അന്യൊരു നമ്മളെ മോളാണ്. അപ്പം അതിനനുസരിച്ച് ഒരു ഇതിലുള്ള ഒരു തീർച്ചയായും എൻ്റെ മോനിക്ക് അള്ളാഹു തആല തരാനാകട്ടെ. ആമീൻ ആമീൻ. അതെ അതെ, അതാണ് നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം. അവനൊന്ന് സ്നേഹിച്ച് അവൻ്റേതായിട്ട് അവൻ്റെ കൂടെ, അല്ലാതെ നമ്മൾ വേറെ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആ കുട്ടിക്ക് ഉണ്ടാവത്തില്ല. വയസ്സ് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം അല്ലെ? എന്തായാലും എനിക്കിപ്പോ 25 26 അല്ലേ? അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വയസ്സുള്ള കുറച്ച് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ആയാലൊന്നും കുഴപ്പമില്ല. പോകുന്നതുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പം നമുക്കിപ്പോ എല്ലാം തികഞ്ഞുള്ള ഒരു കുട്ടിയല്ലല്ലോ നമ്മളിപ്പോ ഇതാവുന്നത്. എന്തിതായിരുന്നാലും നമ്മളത് കുറെ ഇതുകളൊക്കെ നമ്മള് ഇതാവാം, സഹിച്ചു മുന്നോട്ടെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു തന്നെയാണ്. എന്റെ മോന് അവനെ സ്നേഹിച്ച് നല്ല അവനുമായിട്ട് യോജിക്കുന്ന ഒരു കുട്ടി, അത്രയേ ഉള്ളൂ. അതെ, കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടും ഒരുപാട് സ്മാർട്ടായി കേട്ടോ ഇപ്രാവശ്യം. നല്ല ഉഷാറായിക്കേ, കുറച്ച് തടിയൊക്കെ വെച്ച്. ആള് നല്ല സ്മാർട്ടാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. അതെ അതെ, ഞങ്ങളുടെ വീട്ടിലെ മൂത്ത മോനാണ്. അതെ, ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതെ, ഫോണിന്റെ കാര്യങ്ങളും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് കേട്ടോ ആള്. ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട. എത്ര വരെ പഠിച്ചേ? അവൻ MA കഴിഞ്ഞു. MA കഴിഞ്ഞാണ്. കമ്പ്യൂട്ടർ, ഫോട്ടോഷോപ്പ് ഇതൊക്കെ പഠിച്ചതാണ്. അതെ അതെ, വിദ്യാഭ്യാസവും കാര്യങ്ങളും കുറയാനും എല്ലാം അവന് നന്നായിട്ടൊക്കെ അറിയാം. അതെ, പിന്നെ നമുക്കൊരു നല്ലൊരു കുട്ടിയെ ഒന്ന് കിട്ടണം. അപ്പൊ അവനെ ഇപ്പൊ നോക്കിയോ എടുത്തോ അങ്ങനെ അതിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ എടുപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. തീർച്ചയായിട്ടും ആ കുട്ടിയെ മുന്നുപോലെ നമ്മൾ നോക്കിക്കോളും. അല്ല എൻ്റെ മോൻ ഇങ്ങനെ ഇരിക്കുന്നെന്നും പറഞ്ഞാൽ അതിനെ നോക്കണം എടുക്കണം അങ്ങനെയുള്ള ഇതുകളൊന്നുമില്ല. പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോൾ വരുന്നൊരു പെൺകുട്ടി ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി നോക്കേണ്ട വരുമല്ലോ, ആരും സപ്പോർട്ട് ഉണ്ടാവില്ലല്ലോ, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട. ഫാമിലി മൊത്തം കൂടെ ഉണ്ട്. അവനിക്ക് ഒരു സന്തോഷമായിട്ട് ഒരു പാർട്ട്ണർ നിർബന്ധമാണല്ലോ. അവരുടെ സുഖദുഃഖങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനും അവനെ സ്നേഹിക്കാനും പറ്റിയ നല്ലൊരു പാർട്ട്ണർ. ഇപ്പം ഞാൻ മാത്രം എന്നുള്ളതല്ല, അവൻ്റെ സഹോദരങ്ങൾ രണ്ടും, അവൻ്റെ അളിയൻ, അവൻ്റെ വാപ്പ,
എൻ്റെ ഉമ്മ അവരെല്ലാരും അവന് സപ്പോർട്ടാണ്. തീർച്ചയായും. പിന്നെ ഇപ്പൊ ഞങ്ങളെക്കാളും ഞങ്ങളെന്നുള്ള ഒരു ഭാഗം കഴിഞ്ഞാൽ അവന്റെ സഹോദരങ്ങളും അളിയനും എന്ന് പറയുന്നതൊക്കെ അത്രയ്ക്കാണ്. അവന്റെ അളിയൻ എന്റെ മോളെ ഭർത്താവ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇതായിട്ട് അവനെ നോക്കുന്ന ഒരു മൂത്ത ഇക്കായ പോലെ നിന്നൊക്കെ അവന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും ആ വരുന്ന ഒരു കുട്ടിക്ക് സപ്പോർട്ടാണല്ല. ഒരു ബുദ്ധിമുട്ട് എന്റെ മോൻ എന്തെങ്കിലും ചെയ്തു കൊടുത്ത് ഇതാക്കി ബുദ്ധിമുട്ട് അതൊക്കെ അവർ ചിന്തിക്കുമല്ലോ. വീൽ ചെയറിലായതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ കുട്ടി വന്നു കഴിഞ്ഞാൽ അതിനെ ബുദ്ധിമുട്ടേണ്ടി വരും, അങ്ങനെ ഒന്നുമുള്ള ഒരു ഭാഗവും ഉണ്ടാവത്തില്ല. അത് 100% ഞാൻ ഉറപ്പ് വരുന്നതാ. അവന്റെ ഒരു ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവനൊരു കുട്ടിയെ അവന് വേണം, ഒരു ജീവിതം. തീർച്ചയായും. ലൈജോ വേറെ പറയാനുണ്ടോ? നിർത്തല്ലേ? എത്രയും പെട്ടെന്ന് അവൻ്റെ കല്യാണം നമുക്ക് നടത്തണം കേട്ടോ. ആള് ഞാൻ പറഞ്ഞില്ല നല്ല സ്മാർട്ടാണ്. അവന് MA വരെയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ആ ലൈജു ഉമ്മയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ അവൻ പറഞ്ഞു ആരൊക്കെയോ പെണ്ണിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കി വിളിക്കുന്നു, എന്തോ ഒരു ഫ്രോഡ് കോളുകൾ. എന്തിനാ നിങ്ങളിങ്ങനെ വെറുതെ അല്ലേ, നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ല എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോ പ്രതീക്ഷകളാണ്. അപ്പോൾ ഓരോ വിവാഹം നടക്കൂ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ ഒരാളുടെ മുമ്പിൽ അവൻ്റെ വീഡിയോ എത്തിയാൽ തീർച്ചയായിട്ടും നടക്കും. അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, കൂടെ നിൽക്കണം മാക്സിമം. അപ്പോൾ തിരുവനന്തപുരം ജില്ല ഇവർ അങ്ങനെ പിന്നെ തൊട്ടടുത്തുള്ള ജില്ലകളാണെങ്കിൽ സന്തോഷം. ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് ദൂരമാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർക്ക് ആ പെൺകുട്ടീൻ്റെ വീട്ടുകാർക്ക് ദൂരം പ്രശ്നമില്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ ട്രാവലിംഗ് എപ്പോൾ അങ്ങനെ പോയി വരാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. വീഡിയോ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.